ഇവിടെ ഉള്ളവർക്ക് ചെവി കേൾക്കാമോ എന്തോ? ഞാൻ കുറേ നേരമായിട്ടൊരു കാര്യം ചോദിക്കുന്നു. പഞ്ചായത്ത് മുഴുവനും കേട്ടിട്ടുണ്ടോ? എന്നാലും അവള് കേൾക്കൂല. അതങ്ങനെ കേട്ട പാവം നടിക്കൂല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കുറച്ച് കഷ്ടം തന്നെ കേട്ടാ. തങ്കം എന്താണ് ഇവിടെ വന്ന് ഇങ്ങനെ കാറി പൊളിക്കുന്നത്? അങ്ങോട്ട് കേൾക്കാലോ. അമ്മാവൻ കേട്ടല്ലോ. കേട്ടല്ലോ. പക്ഷെ അമ്മാവന്റെ മരുമോള് കേട്ടിട്ടില്ല ഞാൻ ഇവിടെ എന്ന് പറഞ്ഞ കാര്യം. ഇവിടെ എന്തേലും തിരക്കുണ്ടാവും. ഇപ്പൊ എന്താ കാര്യം? എന്ത് തിരക്കായാലും കെട്ടിയോ പറഞ്ഞു അതിനനുസരിച്ച് അത് കേൾക്കണം, അത് അനുസരിക്കണം. ഇപ്പൊ എന്താ വേണ്ടേ? ഞാൻ ഒരു ചുറ്റിക ചോദിച്ചിട്ട് എത്ര സമയമായെന്ന് അറിയാമോ? തങ്കം, നീ അവിടെ എന്താ എടുക്കണേ? എത്ര നേരം ഒരു ചിറ്റി വെക്കണേ? അതിന് എടുത്തു കൊടുക്കേ. ഇപ്പൊ കേട്ടവള് അമ്മാവൻ വിളിച്ചപ്പോ കേട്ടോ. അപ്പൊ എന്താണ് മനഃപൂർവ്വം? ആ ചിറ്റി അവിടെ കഷ്ടമാണ്. ഈ സാധനം ഞാൻ ചെന്ന് നോക്കി എടുത്താലേ കിട്ടുള്ളൂ. പറഞ്ഞിട്ട് നിലവിളിച്ചാ കിട്ടും. അത് നിങ്ങൾ നേരം വിളക്കി ചുറ്റിയും കൊണ്ട് എന്തുണ്ടാകുമ്പോ വീട് വിളിക്കാൻ പോകണോ? എന്നാ ഇപ്പൊ ചിറ്റി എന്നിട്ട് കൈ കിട്ടിയല്ലേ അമ്മാവൻ വന്ന് പറഞ്ഞു. അവിടെ വന്ന് എടുക്കണം. അത് പറ്റൂലല്ലോ. ഞാന് ഇവിടെ അതിനെക്കാളും തിരക്കിട്ട ഒരു കാര്യമായിട്ട് നിൽക്കുക. എന്തിനാപ്പത്? മനുഷ്യര് കണ്ടാ നാണാവുമല്ലോ ദൈവമേ. കേറി അതിനകത്തോട്ട് നിക്കുക. അപ്പൊ കുറച്ചും കൂടി പോരും. ഇത് എന്ത് ചെയ്താ മതിന്ന് ഞാൻ ആലോചിക്കണേ. നിങ്ങൾക്കൊക്കെ പുച്ഛം. അംബാനിയുടെ കൊച്ചുമോളല്ലേ നീ? നിനക്ക് പുച്ഛമാവാനും. ഒരു പേസ്റ്റ് മേടിക്കാൻ അംബാനിക്ക് ജനിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മാവാദ ഇത് കണ്ടോ? ഇതിപ്പോൾ ഇന്നൊരു ദിവസത്തെ പല്ലിയപ്പിനുള്ളതായി. ഇത് എടുക്കാതെ നമ്മൾ കളഞ്ഞിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ ആകുമ്പോൾ ഇത് എത്ര ഒരു പേസ്റ്റ് ആവും ഇങ്ങനെ കളയുമ്പോൾ. അപ്പോൾ അങ്ങനെ കുറേ വർഷമാകുമ്പോൾ എത്ര പേസ്റ്റ് നമ്മൾ ഇത് കളയുന്നുണ്ട് ഇതുപോലെ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. ഒരു കത്രി എടുത്തിട്ട് നമ്മള് നമുക്ക് അത് കീറിയിട്ട് ഇങ്ങോട്ട് പരത്തിയിട്ട് ഇങ്ങനെ നക്കാം. അയ്യോ അത് നാളത്തേക്ക് അത് തന്നെയാണ്, അതിന് തന്നെയാണ് വെച്ചേക്കണേ. ഒരു കാര്യം ചെയ്യിട്ടോ, എല്ലാ വീടുകളിലും ചെന്ന് ചോദിക്കും. ഇതേപോലത്തെ ഇഷ്ടംപോലെ ആൾക്കാർ കളയണുണ്ടാവുകയെ. അത് ഐഡിയ. ഞാനേ അമ്മാവ അവര് വരാറായോ? ഞാൻ അതിനേടി നോക്കിക്കണത്. അവിടുന്ന് പോന്നിട്ട് നേരം കുറെ എത്തേണ്ട സമയമായി. ഞാൻ വിളിച്ചപ്പോഴും എത്താറായി. ഇങ്ങനെ വരണ്ടേന്ന്. അതോ ഇങ്ങോട്ടാ? ഇന്നോ നാളെ വെച്ചിട്ട് കിടക്കലടാ. 4 ദിവസം മകളുടെ അടുത്ത് വന്ന് നിക്കണം. ആയിക്കോട്ടെ. അല്ല ഈ കുഴി കാലം നീട്ടിരിക്കുന്ന ആ മനുഷ്യൻ എന്താണ് ഇങ്ങോട്ട് പറഞ്ഞതെന്ന്? ഇവിടെ ഒരു ബാക്കിയുള്ളതിന്റെ സ്വസ്ഥത കെടുത്താനാ? അതിനിപ്പോ കൊഴപ്പൊന്നുമില്ല. പാള് ഉഷാറാ. എന്നാലും ആര് നോക്കൂ ഇതിനെ? അടി അതല്ലേ പറഞ്ഞ് 4 ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് പൊക്കോളും. വാവ അടുക്കുമ്പോ സൂക്ഷിക്കണം. അപ്പൊ പറഞ്ഞയക്കണം. വാവ അടുത്ത് കഴിഞ്ഞാൽ അറിയാലോ. കളിയാക്കണ്ട. വയസ്സും പ്രായമൊക്കെ ആയിരിക്കുക. മതി മതി മതി. നേരത്തെ പുറപ്പെട്ടൂലേ? നേരത്തെ പുറപ്പെടാതെ ഇവിടെ എത്താൻ പറ്റുമോ? അതില്ല. പറഞ്ഞോ, ഞാൻ പിടിക്കാം പറഞ്ഞോ. വേണ്ട കയറിയിരിക്കട്ടെ. ജമന്തി, അച്ഛന് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. അകത്ത് വിരിച്ചിട്ടുണ്ട്. പോയി കിടക്കച്ചാ. കുറച്ചാള് കിടന്നതാ. ഇത്രയും ഒന്നിരിക്കട്ടെ. എന്നെ കിടത്തല്ലേ. നീ ചുമ്മാ ഇരുന്ന് കുത്തിയിരുന്നങ്ങ് തീറ്റിയാ അല്ലയോ? പോത്ത പോലെ ആയല്ലോ മച്ചാ നീ. ചുമ്മാതിരിക്കല്ലച്ചാ, ഞാൻ തയ്ക്കുന്നുണ്ട്. പിന്നെ തൊഴില് കുറച്ച് ആളിട്ട് ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ. ഈ ആശുപത്രി മാസം ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഇനിയിപ്പോ കുറെ നാളൊക്കെ നിന്നിട്ട് സാവകാശം മാമൻ പോയാൽ മതി. അയ്യോ വേണ്ട. അതെ, ആണത്തുള്ള ആണുങ്ങൾക്ക് പറ്റിയ പണിയല്ല. മനസ്സിലായോ? 2 ദിവസം നിൽക്കുക, അതിന്റെ പിറ്റേന്ന് പോവാ. അതാ നല്ലത്. അച്ഛൻ അങ്ങനെ എങ്ങും പോയി നിൽക്കൂല. അഭിമാനിയാ. അതെ,
എടാ മക്കളെ കെട്ടിച്ചെടുത്ത് പോയി നിൽക്കുക, ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കുക. അത് നട്ടലുള്ള ആണുങ്ങൾക്ക് പറ്റിയ പണിയാന്നോടാ ക്ലീപ്പാ. പറ ക്ലീപ്പാ. നീ കണ്ണു പിടിച്ചിരിക്കണ പറ. അച്ഛൻ ഈ വെള്ളം കുടിക്കാം, അപ്പൊ ഒന്ന് തണുക്കും. ഞാൻ തുടയ്ക്കണോ? കുഞ്ഞെ നീ രാഷ്ട്രീയക്കാരനല്ലല്ലോ പറഞ്ഞേ, എന്തായാലും കിട്ടുമോ? അവന്റെ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ആളാണ്. എന്തോ പ്രധാനപ്പെട്ടതാ? 4, 3, 7 പേരുള്ളതല്ലേ അവന്റെ രാഷ്ട്രീയ പാർട്ടി. എടാ കുഞ്ഞെ, നല്ലൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ നല്ലൊരു പാർട്ടി ചേരണം, 10 പൈസ ഉണ്ടാക്കണം, മനസ്സിലായോ? എന്നിട്ട് കുറച്ച് പേരെ കൂടെ ഒക്കെ ചേർത്ത് നാട് നീളെ നടന്ന് കുറേ പ്രവർത്തനമൊക്കെ ചെയ്യണം. എന്നിട്ട് കുറഞ്ഞതൊരു MLA എങ്കിലും ആകണം. അല്ലാതെ ഈ വെള്ളയും ഇട്ടോണ്ട് നടന്ന് നാട് നീളെ നടന്ന് നിരങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല, ഒരു രാഷ്ട്രീയക്കാരനും ആകത്തില്ല. അങ്ങനെയല്ല അച്ഛാ, ക്ലീറ്റോ അങ്ങനെ വരുമാനം ഇല്ലാത്ത ആളല്ല. ക്ലീറ്റോന് നല്ല വരുമാനമുണ്ട്, മനസ്സിലായി. വണ്ടി കച്ചവടം ഉണ്ട്, വസ്തു കച്ചവടം ഒക്കെ ഉണ്ട്. പറയണ്ട, എനിക്ക് മനസ്സിലായത് നിനക്ക് തയ്യൽ തൊഴിലും ഈ തൊഴിൽ ഉറപ്പിനും ഒക്കെ പോയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവന് നല്ല വരുമാനം ഉണ്ടെന്ന്. ഇത് മോളാ തങ്കത്തിന്റെ. ഇതാ എടി നിന്റെ മോളല്ലേ അവള്? ആണോ? നീ അവന്റെ കൂടെ ഒളിച്ചോടി പോയതുപോലെ ഈ കൊച്ചും എവിടെങ്കിലും ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോണോ? നല്ലവണ്ണം കാശി വരാക്കി വിദ്യാഭ്യാസം ജയിച്ചിട്ടെ ഏതെങ്കിലും ഒരു കൈത്തൊള്ള ഒരുത്തന്റെ കൂടെ പറഞ്ഞു വിടാൻ നോക്ക്, നല്ലവണ്ണം. അതെങ്കിലും രക്ഷപ്പെട്ടെ. ഞാനിപ്പോ വരാം. എന്റെ ഫോൺ അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് കരയാ, ഫോൺ കരയട്ടെ. എന്നാ ഞാന് കുറച്ച് പണി, ഞാൻ പിന്നെ വരാം. നീ എത്തണേ, വിളിക്കുമ്പോ ഇങ്ങ് വരണേ. അല്ല ഏട്ടാ, ഏട്ടന്റെ മരിച്ചുപോയ ഒരു ഏട്ടണ്ടായിരുന്നില്ലേ, മൂപ്പരുടെ മകളിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞോ? ഓളെ ക്ഷീണം, ഇച്ചിരി കിടക്കാം. വാ. എന്നെ ഉപദേശിക്ക അയാൾ ആരടി? ആരായാള്? അയാൾ പറഞ്ഞത് കേട്ടില്ലേ? ഭാര്യ വീട്ടിൽ കിടക്കണമാര് നട്ടല്ലില്ലാത്തമാരാണെന്ന്. അത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞു. അതൊന്നുമല്ല, അത് പൊതുവേ പറഞ്ഞു. എന്ത് പൊതുവെ? ഒരു പൊതുവേ അല്ല. ഈ പഞ്ചായത്തിൽ വേറെ ആരും അങ്ങനെ കിടക്കണില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാനാ ക്ലീറ്റോ? ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ മനുഷ്യനോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ നമുക്ക്? ജമന്തിയുടെ അച്ഛനായി പോയില്ലേ. എന്തൊക്കെയായാലും ശരിയല്ല, ഇങ്ങനെയാണ് ഇയാളുടെ പോക്കെങ്കിൽ ഞാനും ഇയാളായിട്ട് ഒത്തുപോകൂല. ക്ലീറ്റോ പരമാവധി ക്ഷമിക്കണം. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ജമന്തിയുടെ മുഖത്ത് നോക്കാൻ പറ്റാതായി പോകും. എനിക്ക് ആരും നോക്കാല്ല തങ്കം. അങ്ങനെയല്ല, നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കല്ലേ. ക്ലീറ്റോ ഒരു കാര്യം ചെയ്യാ, കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ട് പോവണ്ട, അത് തന്നെയാ നല്ലത്. ഞാനൊരു കടുവിനകത്ത് കയറി ഒളിച്ചിരിക്കാടി ഇയാളെ പേടിച്ചിട്ട്. ഇത് ഇങ്ങനെ കിടന്ന് വലിച്ചു വലിച്ച് പോയില്ലെങ്കിൽ മിക്കവാറും എന്റെ കൈ കൊണ്ട് തന്നെ തീരും കേട്ടോ ഇയാള്. അങ്ങനെയൊന്നും പറയുന്നത്. പിന്നെ ഞാൻ എങ്ങനെ പറയണം? എങ്ങനെ ഞാൻ പറയണ്ടേ? എന്റെ ദൈവമേ, ഇച്ചിരി നേരം കൂടെ എന്നെ എന്തൊക്കെ ശരിയടാ. ഹോട്ടലയാ? എന്തോന്ന് പോട്ടെന്ന് അളിയാൻ പറയണത്? വയസ്സായാളല്ലേടാ, അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാൻ നമ്മൾ കാര്യമാക്കണ്ടേ? അളിയാ, ഇയാള് മാത്രമല്ല ലോകത്ത് വയസ്സായിട്ടുള്ള ഒരാള്. ഒരുപാട് വയസ്സന്മാരുണ്ട്, അവരൊക്കെ വളരെ മര്യാദയായിട്ട് വയസ്സറിഞ്ഞ് അവർ ജീവിക്കുന്നുണ്ട്. നമ്മുടെ അമ്മ വയസ്സായതല്ലേ? അമ്മാവൻ എന്താ വയസ്സായതല്ലേ? നീ എന്തിനാ അങ്ങനെ പറയുന്നത്? പിന്നല്ലാതെ നിനക്കെങ്കിലും ഒന്ന് പറയായിരുന്നല്ലോ ക്ലീറ്റോനെ പറഞ്ഞപ്പോ, എന്നെ പറഞ്ഞപ്പോ. ഞാനെന്ത് പറയാനാ? നിനക്ക് പേടി ഭാര്യനെയും ഭാര്യയുടെ അച്ഛനെ. അങ്ങനല്ല, നമ്മളെ വീട്ടിൽ ഒരാൾ ഇരുന്നിരുന്ന് കയറി വരുന്നു. എനിക്ക് ആരെയും പേടിയില്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പോട്ടടാ, നീ ഇനിയിപ്പോ അതിന്റെ പേര് ഇരിക്കണ്ട. നമുക്ക് ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കായിരുന്നാ, നീ അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട. ഒന്ന് പറഞ്ഞേക്ക്, ക്ലീറ്റോ കുറച്ച് കണിശക്കാരനാണെന്ന് പറഞ്ഞേക്ക്. ഞാൻ വളരെ മോശമാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയണല്ലേ. ഞാനും ഒന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നതിൽ പകുതിയും പുള്ളി കേൾക്കൂല, വലിച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതിന്റെ ഇടയിൽ ഈ സുഖമില്ലാത്ത ആളല്ലേ, നമ്മൾ കണ്ടില്ലെന്ന് വെക്കണോടാ. വയസ്സാകുമ്പോ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അളിയാ, എനിക്കതൊന്നും പറ്റൂല. കാരണം നിനക്ക് നിന്റെ ഭാര്യയുടെ അച്ഛനാണ്. നീ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നടിച്ചോ. പക്ഷെ എനിക്ക് എന്റെ നിമ്മാതിരി ചോറിനെ വർത്താനായിട്ടോ ഞാൻ അതിന്റെ രീതിക്ക് ഞാൻ പ്രതികരിക്കും. പോട്ടെ, ഇനി അവനെ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? പറഞ്ഞു വിലക്കാൻ നിനക്ക് കൊള്ളാം. കുറച്ചാളൂടെ അമ്മാവനുണ്ടാവും. എനിക്ക് ഓഫീസിൽ പോകണം, ഞാൻ പോയിട്ട്. നീ വെറുതെ ഇതൊന്നും നടക്കല്ലേ, പോട്ടെ. അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കാര്യമൊന്നും അറിയണ്ടല്ലോ. അളിയൊന്ന് സ്വസ്ഥമായല്ലോ. ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് വരും. നീ നോക്കിയുള്ള വയ്യാത്ത ആളാണ്, അതെന്തെല്ലാം സഹായമാണെങ്കിൽ അങ്ങോട്ട് പോണേ. അങ്ങോട്ട് പോയി എന്റെ തലയും വീതോണ്ട് പോകും.
വെറുതെ അല്ല കേട്ടോ അത് ഇത്ര നാളായിട്ട് അവിടെ പോവാൻ മടി കാണിക്കണത് നമ്മുടെ കേമാ. ജമന്തിയുടെ അച്ഛനാ? അല്ല, ദമന്തി എന്റെ മോളാ. നീ വന്നേ. നീ ഏതാ? ഞാൻ അൻസാർ, ക്ലീറ്റസിന്റെ ഫ്രണ്ട്. രാഷ്ട്രീയക്കാരനാ? രാഷ്ട്രീയത്തിലും ഉണ്ട്. എന്തോ നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ നയം? ക്ലീറ്റസ് പറയും, ഞങ്ങൾ അങ്ങ് ചെയ്യും. ഓ, ഈ ഞാൻ പച്ചയ്ക്ക് മരപ്പട്ടി കൂട്ടുകൊള്ളാം. അൻസാറേ, നീ ആണോ പുറത്തോട്ടൊക്കെ കണ്ടില്ലല്ലോ. എന്താ ക്ലീപ്പാ? മാമ ക്ലീപ്പല്ല, ക്ലീറ്റസ്. ക്ലീറ്റോ രണ്ടും ഒന്ന് തന്നെ ആടാവേ. ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ട് പാർട്ടിയുടെ. അങ്ങനെ പാർട്ടി ഓഫീസിലേക്ക് പോവുക. എന്താ പ്രശ്നം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, നമ്മൾ ഈ മീറ്റിംഗ് നടത്തി കാണിക്കണല്ലോ, അതിന് വേണ്ടിട്ടൊരു മീറ്റിംഗ്. ആ സമയം നോക്കിയാ പറമ്പിൽ പോയി 10 വാഴത്തൈ വെച്ചുകൂടായിരുന്നോ? പാർട്ടിക്കാരനെന്നും പറഞ്ഞു കിടക്കുന്ന മനുഷ്യനെ പറ്റിക്കാനായിട്ട്. ആ വാ മക്കളെ വാ. മക്കള് സ്കൂളിലൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ആട്ടെ, സ്കൂളിൽ റാങ്ക് ഒക്കെ എത്ര ഉണ്ട്? റാങ്ക് കുഴപ്പമില്ല അപ്പൂപ്പ. ആ, കുഴപ്പമില്ലെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നന്നായിട്ട് പഠിക്കണം, നല്ലവണ്ണം മാർക്ക് മേടിക്കണം, വളർന്നിട്ട് നല്ലൊരു ജോലിയൊക്കെ കസ്റ്റഡിയിൽ എടുക്കണം. നന്നായിട്ട് പഠിക്കണം കേട്ടോ. എന്നാലേ നല്ല തറവാട്ടി പറഞ്ഞ ആമ്പിള്ളേരൊക്കെ വന്ന് നിന്നെ കെട്ടിക്കൊണ്ട് പോകത്തുള്ളൂ കേട്ടോ. അവള് കുഞ്ഞല്ലേ അച്ഛാ? ആ, കുഞ്ഞാ വലുതാവുന്നത്. കതിലെ കൊണ്ടൊന്ന് വളം വെച്ചിട്ട് ഒരു കാര്യമില്ല. ഈ പ്രായത്തിൽ അവളോട് പറഞ്ഞില്ലെങ്കിലേ നിന്നെ പോലെ ആയി പോകും. തക്കളി മോളിങ് വന്നേ വാ. അതെ, ക്ലീറ്റോയുടെ ഒരു ബിസിനസ് പാർട്ട്ണറാ. ഭയങ്കര ദേഷ്യക്കാരൻ. അച്ഛനൊന്നും ചോദിക്കല്ലേ. ക്ലീറ്റോ പുറത്തുപോയി. നേരാണോ? ഓ സത്യം. വിളിച്ചാവട്ടെ, ഫോണും എടുക്കുകയില്ല, ഇവിടെ വന്നാലോട്ട് കാണത്തൂല്ല. അതാ മറ്റേ പൈസയുടെ ബിസിനസിന്റെ കാര്യം അതല്ലേ അത് ക്ലീറ്റോ ഇരിക്കാന്ന് പറഞ്ഞു. സമയം പോലെ ഓ ഇരിക്കാന്ന് പറഞ്ഞു. ഓ അപ്പൊ ശരി. ഞാനൊരു പാവപ്പെട്ട മുതലാളിയമ്മാവ. ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനുണ്ടല്ലോ, അവൻ എന്നോട് കുറെ പണവും മേടിച്ച് മുങ്ങി നടക്കുക. ആ ക്ലീറ്റോ അല്ലാതെ പിന്നാരാ? ഇത്ര ഭൂലോക കൂടായ്പ്. കുടിച്ച വെള്ളത്തിൽ അവനെ വിശ്വസിക്കാൻ പറ്റിയില്ല. വടിയും കോടയും കൂടി അവൻ ഒരുമിച്ച് വെക്കുകയാണ്. ആട്ടെ, അമ്മാവനാരാ? ജമന്തി കൊച്ചായി, ജമന്തിയായി, ജമന്തിയായി. എന്തോ നീ വന്നേ. ആ എന്താ? അച്ഛനെവിടെ? അച്ഛനകത്തുണ്ട്. ഉണ്ടോ? ഒന്നുമില്ല, കുറച്ച് മധുരം. ലഡു. എന്താ വിശേഷിച്ച്? ഒരു ചെറിയ വസ്തു കച്ചവടം നടന്നു. അതിലൊരു ഇച്ചിരി പോലും ചില്ലറ കാശിന്റെ പോക്കറ്റ് വീണു. ഒരു 50,000 രൂപ. അതിന് ഈ ചില ആളുകൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഞങ്ങൾ ഈ രാഷ്ട്രീയക്കാരന്മാര് വെറും മണ്ടന്മാരാണ്, വെറും പോങ്ങന്മാരാണെന്നൊക്കെ. സത്യം പറഞ്ഞാണ്ടല്ലോ, ഞാനൊക്കെ ഒന്ന് മെനക്കെട്ടിറങ്ങിയാണ്ടല്ലോ ദിവസവും ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെന്താ അങ്ങനെ ചിന്തിക്കാത്തത്? സമൂഹം നന്നാവണം, നമ്മുടെ നാട് നന്നാവണം, നാട്ടുകാർ നന്നാവണം, ഒപ്പം കുടുംബം നന്നാവണം, അങ്ങനെയുള്ള വിചാരമേ ഉള്ളൂ. അതുകൊണ്ടാ പാലായിലേ
അമ്മാവൻ അറിയാലോ എന്നെ ഇട്ട് മൂടാനുള്ള സ്വത്ത് അവിടെ കിടപ്പുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. എന്തുകൊണ്ടാ? അതിനോട് മോഹം ഇല്ലാത്തതുകൊണ്ട്. ഞാനുണ്ടല്ലോ ഒന്നും മെനക്കെട്ട ഒരൊറ്റ ദിവസം കൊണ്ട് 50,000 രൂപ ഉണ്ടാക്കാം. അത് മതി ഒരു മാസത്തെ ചെലവിന്. അതിന് വേണ്ട ഈ തല മാത്രം മതി. തല, അതാണ് ഈ ക്ലീറ്റോ. 10 തലയുള്ള രാവണൻ, രാക്ഷസൻ. ലഡു കൊടുക്ക്, തിന്നട്ടെ. അമ്മ എന്തെങ്കിലും വേണോ? അയ്യോ വട്ടച്ചെലവിന് വൈകിട്ട് കാണാം. ഒരു കാര്യം ചെയ്യാം, ഞാനേ ആദ്യം എന്റെ തങ്കത്തിന് എന്തെങ്കിലും കൊടുത്തിട്ട് അമ്മാവന് ഞാൻ കാണുന്നുണ്ട്. ഞാൻ അടുത്ത വേറൊരു കച്ചവടം കൂടെ ഉണ്ട്. അതെ. പിന്നെ ഞാൻ വരില്ല, ഇതിനു വേണ്ടി മെനക്കെടാറില്ല. അതാ നമുക്ക് ആക്രാന്തമല്ലല്ലോ. പൈസ ഇന്ന് വരും, നാളെ പോവും, മറ്റന്ന് ചിലപ്പോൾ വന്നില്ല വരും. അതുകൊണ്ടാ. പാവാ ശുദ്ധനാ. പെട്ടെന്നൊരു ദിവസം കുറെ കാശും കൂടി വരും. ഇതൊക്കെ എന്നിട്ട് അത് മുഴുവൻ കുടുംബത്തിന് വേണ്ടി കൂടി ചെലവാക്കും. അത് പൊളിച്ച് ക്ലീറ്റോ, അത് പൊളിച്ച്. അതെ, കിളവനൊരു വിചാരമുണ്ട്, നമ്മള് രാഷ്ട്രീയക്കാരന്മാരൊക്കെ വെറും പോങ്ങന്മാരാണ്, അയാളെ മരുമോന്റെ ചെലവിലാ ജീവിക്കണമെന്നാണ് അയാളുടെ വിചാരം. അത് തന്നെ. അതോ നമ്മളെ രണ്ടിനെയും കണ്ടുകൂടാ കാർന്നോർക്ക്. അയാളുടെ വീട്ടിൽ ചെന്ന് താമസിക്കുന്ന പോലെ പെരുമാറ്റം കണ്ട എന്തെങ്കിലും പറയാൻ പറ്റുമോ? ജമന്തിയുടെ മുഖം എത്രയാകും? ആകെ അച്ഛൻ എന്ന് പറഞ്ഞ ഭയങ്കര സംഭവമാണ്. ആലോചിക്കുകയാണ്, ഈ കിളവൻ ഈ വലിവും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഈ രോഗം വെച്ചേക്കൂലായിരുന്നു. അറിഞ്ഞ ദൈവം ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കണത് ക്ലീറ്റോ. ആ പൈസ ഒന്നും കാണട്ടെ ഞാൻ. എന്റെ ദൈവം, 50,000 രൂപയോ? അതെ, 50,000 ഇല്ല, 20,000 ഉള്ളൂ. 50 ഞാനൊന്ന് തള്ളിയതാ കിളവൻ കേൾക്കാൻ വേണ്ടിയിട്ട്. 20 ഉള്ളല്ലേ? എന്നാ പിന്നെ ഒരു 1 ലക്ഷം പറയായിരുന്നില്ലേ? ഓ, അത്രയും വേണ്ട, അതെത്തി കൂടി പോകും. അതെ, ഇത്രയും പൈസ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ ക്ലീറ്റോ. അതെ തങ്കം, ഒരുപാട് നാളായി എൻ്റെ ഈ പോക്കറ്റ് കൊതിക്കുക. ഇച്ചിരി പൈസ എങ്ങനെ കിടക്കണ, കുറച്ച് സമയം ഇതിനകത്ത് കിടക്കണം. 10 മിനിറ്റ് കിടന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ പേർക്ക് അവിടെ ഇവിടെയൊക്കെ പൈസ കൊടുക്കാനുണ്ട്. അപ്പൊ അതൊക്കെ കൊടുക്കണം ഇതും കൊണ്ട്. ആർക്ക് കൊടുക്കാണ്ട്? എന്തോരം പേർക്ക് പൈസ കൊടുക്കാനുള്ളത്? കൊതുക്. അതാ നീ അവസരം നോക്കിയിരുന്നു. ചേ, അങ്ങനെ ഞാൻ ചെയ്യോ ക്ലീറ്റോ? സത്യമായിട്ടും കൊതുകുണ്ടായിരുന്നു. ഞാനൊരു പേപ്പർ പേന എടുത്തിട്ട് വരട്ടെ. എടി, പേനും പേപ്പറും ഒക്കെ എടുത്തിട്ട് കണക്കെഴുതി നോക്കാൻ വേണ്ടി അത്രയും കടം ഉണ്ടോ നമുക്ക്? എന്ത് പിന്നെ കടം മേടിച്ചാ കൊടുക്കണ്ടേ? കടമുണ്ട്. എന്നാ പിന്നെ ഈ പോക്കറ്റ് കിട്ടണില്ല, വെറുതെ കൊതിപ്പിച്ച് പോക്കറ്റിനെ ഇട്ടോ. ഒരു 100 രൂപ നിങ്ങളുടെ പോക്കറ്റിൽ ഇടാൻ ഞാൻ തരാം അവസാനം. ഞാൻ അടുത്ത കച്ചവടം ചെയ്തോളാം. അതൊക്കെ വേറൊരു കാര്യമുണ്ട്, നീ പറഞ്ഞില്ലേ 1 ലക്ഷം രൂപയെന്ന്. ഇപ്പൊ 50,000 രൂപ ഞാൻ നിനക്ക് തന്നു, ബാക്കി 50 എന്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. പ്രശ്നം തീർന്നില്ലേ? ഇത് പിടിക്കും ഞാനേ, എന്റെ പോക്കറ്റിലോട്ട് ഇട്ടോ. ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ, പേപ്പറും പേന എടുത്തിട്ട്. പ്ലേറ്റോ ഇല്ലേ? ഇങ്ങ് വിളിച്ചേ. പ്ലേറ്റ് ഇവിടെ ഇല്ലല്ലോ. ഉണ്ടല്ലോ. ഉണ്ടോ? ഇങ്ങ് വിളിക്കേ. അല്ല, അവൻ വന്നത് എനിക്ക് അറിയില്ല. ഉണ്ട്, വിളിക്കേ. അതെ. തങ്കം, തങ്കം. ഓയ്, പ്ലേറ്റ് അവിടെ ഇല്ലല്ലോ. ഇല്ല. ഇല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഞാൻ വരുന്ന കണ്ടില്ല, അവിടെ ഇല്ല. അവൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാണല്ലോ ഞാൻ വന്നത്. അയ്യോ ഇല്ല. അതെ, സത്യമായിട്ടും ഇല്ല. പറഞ്ഞല്ലോ ഇരിക്കാന്ന് പറഞ്ഞല്ലോ, മറ്റേ ക്യാഷിന്റെ കാര്യത്തിന്. അതെ അതെ, പറഞ്ഞു പറഞ്ഞു. അവൻ അകത്തുണ്ടെങ്കിൽ വിളിക്കേ, ഇല്ലെങ്കിൽ എന്റെ പിള്ളേരെ അങ്ങോട്ട് കയറും. അവര് പിള്ളേര് ശകലം മോശമാണ്, കാര്യം വളരെ മോശമാണ്. സത്യമായിട്ടും ഇല്ല. അല്ല, അവിടെ ഇല്ല. നോക്കട്ടെ. അല്ല അവിടെ അല്ല, നിക്ക്. ഇല്ല ക്ലീറ്റോ, ഇല്ല ഇവിടെ. അവിടെ ഉണ്ടല്ലോ, ഇപ്പൊ നോക്കിക്കോ അവൻ വരുന്നത്. നമസ്കാരം. പൈസ കിട്ടിയ മുതലാളി. മുതലാളിയായിരുന്നു. അതെ, ഞാൻ കാണാൻ വേണ്ടി അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. അതാണ് മനസ്സിന്റെ ഒരു പൊരുത്തം. അതെ, മനസ്സിന്റെ പൊരുത്തം. അപ്പോഴേക്കും മുതലാളി ഇങ്ങ് വന്നല്ലേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബഹളം വയ്ക്കണേ? മുതലാളിയെ കാണാൻ ഞാൻ അങ്ങോട്ട് പോയിരിക്കല്ലേ? എവിടെ വിളിച്ചിരുന്നു? തറയിൽ കുനിഞ്ഞൊരു സാധനം എടുക്കാൻ വേണ്ടി കുനിഞ്ഞ പയ്യന്മാർ ഞാൻ
20,000 ഉള്ളത് 20 ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇത് പോരെ? വസ്തു കച്ചവടമൊക്കെ കഴിഞ്ഞല്ലേ? ഞാൻ അറിയുന്നുണ്ട്. അമ്മാവാ, വളരെ നന്ദിയുണ്ട്. ഈ അമ്മാവനുണ്ടല്ലോ വളരെ നേരുള്ളവനാ. നിന്റെ നീക്കങ്ങളൊക്കെ അറിയാനായിട്ട് മുമ്പേ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ചിരുന്നു. നീ വന്നു കഴിഞ്ഞ ഉടനെ എന്നെ വിളിച്ചു. ഞാൻ ദാ അപ്പം നിൽപ്പുണ്ടായിരുന്നു. വളരെ വളരെ നന്ദിയുണ്ട് കേട്ടോ. വാ മക്കളെ.